ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വെക്ടേഴ്സ്. പ്ലസ് വൺ ഫിസിക്സിലെ 4th ചാപ്റ്റർ ആയിട്ട് വരും വെക്ടേഴ്സ്. ഈ പ്ലസ് വൺ പ്ലസ് ടു എൻ്റയർ ഫിസിക്സിൽ അല്ലെങ്കിൽ മൊത്തം ഫിസിക്സിൽ തന്നെ വളരെ അത്യാവശ്യമായി പഠിച്ചിരിക്കേണ്ട, നല്ല ഐഡിയ ഉണ്ടായിരിക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ടോപ്പിക്കാണ് വെക്ടേഴ്സ്. വെക്ടേഴ്സിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മളതിനെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഭൗതികമായ അളവുകൾ എന്ന് പറയും. ഭൗതികമായ അളവുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മാസ്, ഒരു ബോഡിയുടെ മാസ് അതായത് അതിന്റെ പിണ്ഡം, അതായത് ഭാരം എന്ന് പറയും. ഭാരമല്ല, അതിന് അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്, എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇറ്റ്സ് മാസ്. വെയിറ്റിനെയാണ് നമ്മൾ മലയാളത്തിൽ ഭാരം എന്ന് പറയുന്നത്. മാസിന് പിണ്ഡം എന്ന് പറയാം. ഓക്കെ, ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഓക്കെ, പിന്നെ അതുപോലെ വെലോസിറ്റി, പ്രവേഗം എന്ന് മലയാളത്തിൽ പറയും. ആക്സിലറേഷൻ മലയാളത്തിൽ ത്വരണം എന്ന് പറയും. പിന്നെ അതുപോലെ ഫോഴ്സ്, ബലം. ഒരു പലതരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ കുറിച്ച്, ഭൗതിക അളവുകളെ കുറിച്ച് നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഒരു ഭൗതികമായ അളവ് എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി എനി ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ്. അളക്കാൻ കഴിയുന്നതായിരിക്കണം. അളക്കാൻ കഴിയുന്ന ഒരു സാധനത്തിന് മാത്രമേ നമുക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അളന്നാൽ മാത്രം മതിയോ? പോരാ. ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ എ നമ്പർ. അതായത് ഒരു നമ്പറിൽ, ഒരു യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. നമ്മൾ 4 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറയുന്നത്, 4 എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡാണ്, അതിന്റെ അളവാണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ അളവ് എത്രയാണോ അതും കാണും, മാഗ്നിറ്റ്യൂഡ് കാണും, അതേസമയം അതിന്റെ യൂണിറ്റ് കാണും. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാ പറയാം. 5 മീറ്റർ പെർ സെക്കൻഡ്, ഈ 5 ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ്. ഇങ്ങനെ യൂണിറ്റ്. അപ്പൊ ഒരു ചോദ്യം, എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്കും യൂണിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ തീർച്ചയായിട്ടും ഉണ്ട്. യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ നമ്മൾ അതൊക്കെ നിങ്ങളുടെ ഹയർ ക്ലാസ്സുകളിൽ, മീൻസ് അതായത് വരുന്ന ചാപ്റ്ററുകളിലൊക്കെ തന്നെ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എ ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ യൂണിറ്റ്സ്. അളക്കാൻ പറ്റുന്നതും അതേസമയം യൂണിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നതുമായ ക്വാണ്ടിറ്റിയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. ഒരു എക്സാമ്പിള്, ഒരാളോട് പറയാണ് ഈ മേശ ഒന്ന് തള്ളാൻ പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, ചോദ്യം എങ്ങോട്ടാണ് തള്ളേണ്ടതെന്ന് ചോദിക്കും. വി ആസ്ക് എ ക്വസ്റ്റ്യൻ, അല്ലെ? ഒരു എങ്ങോട്ട് തള്ളണം. നേരെ മറിച്ച് ഒരാളോട് പറയാണ് 4 മണിയാവുമ്പോ ഞാൻ വരും എന്ന് പറഞ്ഞാല് അയാളോട് നമ്മൾ എങ്ങോട്ട് വരുന്നല്ല, എങ്ങോട്ട് 4 മണിയാവുമ്പോ എന്ന് ചോദിക്കും? ഇല്ല. ആ 4 മണിക്ക് എങ്ങോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ റിലവന്റ് അല്ല. പക്ഷെ തള്ളാൻ പറയുമ്പോൾ എങ്ങോട്ടാ തള്ളേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ റിലവന്റ് ആണ്. അപ്പൊ ചില ക്വാണ്ടിറ്റികൾക്ക് ഡയറക്ഷൻ പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരു ബോഡിയുടെ വെയിറ്റിന് ഡയറക്ഷൻ ഉണ്ട്. എല്ലാ വെയിറ്റ് ഒരു ഫോഴ്സ് ആണ്, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ഇറ്റ്സ് വെർട്ടിക്കലി ഡൗൺ, ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് ഒരു ബോഡിയുടെ വെയിറ്റിന്റെ ഡയറക്ഷൻ. ഓക്കെ, നേരെ മറിച്ചിട്ട് മാസിന് ഡയറക്ഷൻ ഇല്ല. നിങ്ങളൊരു കടയിൽ പോയിട്ട് 5 കിലോ പഞ്ചസാര വാങ്ങിക്കുമ്പോൾ 5 കിലോ പഞ്ചസാര എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് ഡയറക്ഷൻ ഇല്ല. നേരെ മറിച്ച് ഒരാളോടൊരു മേശ തള്ളാൻ പറയുമ്പോൾ അവിടെ അയാളോട് എങ്ങോട്ടാണ് തള്ളേണ്ടതെന്ന് പറയണം. കാരണം വെച്ചാൽ അവിടെ നിങ്ങൾ ഫോഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അപ്പൊ അതിന് ഡയറക്ഷൻ ഉണ്ട്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഡിവൈഡഡ് ഇൻടു 2. ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റികളും ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികളും. മലയാളത്തിൽ ഇതിനെ സദിശ അളവുകളെന്നും അദിശ അളവുകളെന്നും പറയും. ഈ ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റികളെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. വെക്ടർ ക്വാണ്ടിറ്റീസ്. ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികളാണ് സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. സ്കാലാർ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഒരു ചോദ്യം, ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികളാണ് സ്കാലാർ ക്വാണ്ടിറ്റികൾ,
വെക്ടർ ക്വാണ്ടിറ്റികൾ ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റികളാണ്. അപ്പൊ ഡയറക്ഷനുള്ള എല്ലാ ക്വാണ്ടിറ്റികളെയും നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി എന്നുള്ള ഗ്രൂപ്പിനകത്ത് പെടുത്താൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഫോഴ്സ്, അത് തീർച്ചയായിട്ടും ഒരു വെക്ടറാണ്. ഫോഴ്സ്, ബലം, ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെലോസിറ്റി, എന്താ വെലോസിറ്റി എന്ന് പറയുമ്പോൾ പ്രവേഗം, മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച കുട്ടികൾ പ്രവേഗം എന്ന് പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ആക്സിലറേഷൻ, ആക്സിലറേഷൻ, നിങ്ങൾ ഇവൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ആൾക്കാർ വരെ ഇതിന്റെ ഇംഗ്ലീഷ് വേർഡ്സിൽ കറസ്പോണ്ടിങ് വേർഡ്സ് അറിയുന്നതാണ്. ആക്സിലറേഷൻ അഥവാ ത്വരണം. ഇതെല്ലാം ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റികളാണ്. ദേ ആർ ഓൾ വെക്ടർ ക്വാണ്ടിറ്റീസ്. എന്നാൽ ഞാൻ ഇതിനകത്ത് പെടുന്ന വേറൊരു സാധനം പറയാം. ഇലക്ട്രിക് കറണ്ട്, കറണ്ട് ഹാസ് ഡയറക്ഷൻ അല്ലെ? ഒരു വയറിലൂടെ കറണ്ട് പോകുമ്പോൾ ഡയറക്ഷൻ ഉണ്ടാവണമെങ്കിൽ അത് ഡി സി ആയിരിക്കണം. ഇത് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയും. ഡയറക്റ്റ് നമ്മളൊരു ബാറ്ററി ഉപയോഗിച്ചിട്ട് ഒരു ബൾബ് കത്തിക്കുകയാണെങ്കിൽ അപ്പൊ ആ ബൾബിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു പ്രത്യേക ഡയറക്ഷനിലാണ്. അപ്പൊ അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. കറണ്ട് ഹാസ് ഡയറക്ഷൻ. അപ്പോൾ ചോദ്യം, കറണ്ട് വെക്ടർ ക്വാണ്ടിറ്റി ആണോ സ്കാലാർ ക്വാണ്ടിറ്റി ആണോ? നമ്മുടെ ഉത്തരം അത് വെക്ടർ ക്വാണ്ടിറ്റി എന്നായിരിക്കും. പക്ഷേ അല്ല, കറണ്ട് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. അപ്പൊ ഡയറക്ഷൻ ഉണ്ടെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആവണമെന്നില്ല. ഡയറക്ഷൻ ഉണ്ടായിട്ടും സ്കാലാർ ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മുടെ മലയാളത്തിൽ അതിശം എന്ന് പറയുന്ന അതേ മീനിങ്ങിൽ അല്ല ഈ സ്കാലാർ എന്ന് ഉപയോഗിക്കുന്നത്. ദിശയില്ലാത്തത് എന്നുള്ള മാത്രം അർത്ഥത്തിലല്ല സ്കാലാർ എന്ന് ഉപയോഗിക്കുന്നത്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുകയും വേണ്ട. ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത്. പിന്നെ നിങ്ങൾ ഹയർ ലെവലിലൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ രണ്ടിലും പെടാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ കുറിച്ച് നിങ്ങൾ പഠിക്കും. തൽക്കാലം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഗ്രൂപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളാണ്. വെക്ടർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്കാലാർ ക്വാണ്ടിറ്റീസ്. ഞാൻ പറഞ്ഞ പോലെ കറണ്ട് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ചോദ്യം, എന്തുകൊണ്ടാണ് കറണ്ട് സ്കാലാർ ക്വാണ്ടിറ്റി ആയത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ കിട്ടാനാണ് നമ്മൾ ഈ ചാപ്റ്റർ, അതിന്റെ ആൻസർ കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോ വെക്ടർ ക്വാണ്ടിറ്റികൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ചില നിയമങ്ങളുണ്ട്. വെക്ടർ ഓൾജീബ്ര എന്ന് പറയും. ഇങ്ങനെയുള്ള നിയമങ്ങളുടെ മൊത്തം സ്റ്റഡിയെ പറയുന്ന പേര് വെക്ടർ ഓൾജീബ്ര എന്നാണ്. ഈ വെക്ടർ ഓൾജീബ്രയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പൊ സംഖ്യകൾക്ക് നിയമങ്ങളുണ്ടല്ലോ. അതായത് 2 + 3 = 3 + 2. ഇതൊരു ലോ ആണ്, ഒരു നിയമമാണ്. 2നോട് 3 കൂട്ടിയാലും 3നോട് 2 കൂട്ടിയാലും സെയിം ആണെന്നാണ്. ഈ പ്രോപ്പർട്ടിയെ പറയുന്ന പേര് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുക. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നു. വാട്ട് അബൌട്ട് മൾട്ടിപ്ലിക്കേഷൻ? 2 × 3 = 3 × 2. 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആണ്. ഇപ്പൊ മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നു. സബ്ട്രാക്ഷൻ ഒബേ ചെയ്യുമോ നോക്കൂ. 4 - 2 = 2 - 4 ആണോ? അല്ല. ഇത് അപ്പൊ അതായത് ഈ സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നില്ല. ഇതുപോലെ അഡീഷനിലും സബ്ട്രാക്ഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഒക്കെയുള്ള ചില പ്രോപ്പർട്ടികൾ, ചില ഓപ്പറേഷൻസ് ചില പ്രോപ്പർട്ടികൾ ഒബേ ചെയ്യും, മറ്റു ചില പ്രോപ്പർട്ടികൾ ഒബേ ചെയ്യില്ല. അതുപോലെ വെക്ടർ ഓൾജീബ്രയിൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റി പാലിച്ചിരിക്കേണ്ട നിയമങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു. അതിൽ പറയുന്ന നിയമങ്ങൾ അനുസരിക്കാത്ത കാരണം കൊണ്ടാണ് ഈ കറണ്ട് ഡയറക്ഷൻ ഉണ്ടായിട്ടും ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ഡയറക്ഷന് ഉള്ള ക്വാണ്ടിറ്റികൾ വെക്ടറാണ്, ഡയറക്ഷൻ ഇല്ലാത്തത് സ്കാലാർ ആണ് എന്ന് മനസ്സിലാക്കരുത്. വെക്ടർ ക്വാണ്ടിറ്റികൾക്കൊക്കെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. ബട്ട് ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം എല്ലാം വെക്ടർ ക്വാണ്ടിറ്റി ആവണമെന്നില്ല. എല്ലാ തത്തകളും പക്ഷികളാണ്, എല്ലാ പക്ഷികളും തത്തകളല്ല. എല്ലാ ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റികളും വെക്ടർ ക്വാണ്ടിറ്റികളാണ്. എല്ലാ വെക്ടർ ക്വാണ്ടിറ്റികൾക്കും ഡയറക്ഷൻ ഉണ്ട്. പക്ഷെ ഡയറക്ഷൻ ഉള്ള എല്ലാ ക്വാണ്ടിറ്റികളും വെക്ടർ ക്വാണ്ടിറ്റികളല്ല. ഓക്കെ, സോ എന്താണ് വെക്ടർ ഓൾജീബ്ര? അതാണ് നമ്മുടെ ഡിസ്കഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം വെക്ടർ ഓൾജീബ്ര ആണ്. അപ്പൊ ഈ വെക്ടർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്കാലാർ ക്വാണ്ടിറ്റീസ് നമുക്ക് എങ്ങനെ ഇത് ഡിഫൈൻ ചെയ്യാം? ഇത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വെക്ടർ ഓൾജീബ്ര അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ തൽക്കാലം നമ്മളിപ്പോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഡിവൈഡഡ് ഇൻടു 2, വെക്ടർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്കാലാർ ക്വാണ്ടിറ്റീസ്. വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന ഹെഡിൽ വരുന്ന എല്ലാ ക്വാണ്ടിറ്റികൾക്കും ഡയറക്ഷൻ ഉണ്ടാവും. എന്നാൽ സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്നുള്ള ഹെഡിൽ വരുന്ന ക്വാണ്ടിറ്റികൾക്ക് ചില അപൂർവം, വളരെ റയർ ആയിട്ടുള്ള ചില ക്വാണ്ടിറ്റികൾക്ക് ഡയറക്ഷൻ ഉണ്ട്, ചിലതിന് ഡയറക്ഷൻ ഇല്ല.
ഇനി അതുപോലെ ചില ക്വാണ്ടിറ്റികൾ തന്നെ ചില കേസുകളിൽ വെക്ടറായിട്ടും മറ്റു ചില സന്ദർഭങ്ങളിൽ സ്കാലാറായിട്ടും പരിഗണിക്കപ്പെടാറുണ്ട്. ഏരിയ അതുപോലെ ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോ ചില അവസരങ്ങളിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഏരിയയെ നമ്മളൊരു വെക്ടറായിട്ട് കണക്കാക്കും, ഒരു ലാർജ് ഏരിയയെ സ്കാലാറായിട്ട് കണക്കാക്കും. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകേണ്ടതില്ല. അതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഹയർ ലെവലിൽ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. മെയിൻലി ഒരു വെക്ടർ ക്വാണ്ടിറ്റി, ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. ഒരു വെക്ടർ ഇങ്ങനെ വരച്ച് ഞാനിപ്പോ 10 ന്യൂട്ടൺ എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഡയഗ്രത്തിൽ ഇങ്ങനെ വരച്ച് ഇവിടെ 10 ന്യൂട്ടൺ എഴുതിയാൽ ഈ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആണെന്ന് മനസ്സിലാവും. അപ്പൊ 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ആരോ മാർക്ക് കാണിക്കുന്നത് ഇതിന്റെ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പൊ നോക്കൂ, വെക്ടർ ക്വാണ്ടിറ്റിയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ്, ഈ സിമ്പിളിനെയാണ് വെക്ടർ എന്ന് പറയുന്നത്. വെക്ടർ ആക്ച്വലി ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സോ ദിസ് ഈസ് എ വെക്ടർ. ഫോഴ്സ് ഈസ് റെപ്രസെന്റഡ് ബൈ എ സിമ്പിൾ കോൾഡ് വെക്ടർ. ഇതേപോലെ വെക്ടർ സിമ്പിൾ ഉപയോഗിച്ചിട്ട് വെക്ടർ ക്വാണ്ടിറ്റികളെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒരു വെക്ടറിന് ഒരു ടെയിൽ കാണും, ഒരു ഹെഡ് കാണും. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ദിസ് ഇസ് ടെയിൽ ആൻഡ് ദിസ് ഇസ് ഹെഡ്. ആ വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് വെക്ടർ ക്വാണ്ടിറ്റി ഈസ് റെപ്രസെന്റഡ് ബൈ ഡയറക്ഷൻ ഓഫ് വെക്ടർ. തീർച്ചയായിട്ടും. ഇനി അല്ലെങ്കിൽ ഒരു ബോള് ഇങ്ങനെ ഒരു വെക്ടർ വരച്ചിട്ട് 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതിയാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന്, ഈ ബോള് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഇതിന്റെ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. So a vector quantity can be represented by a vector. This is a vector. And the length of the vector represent the magnitude of the quantity. അതായത് ഇപ്പം 10 ന്യൂട്ടൺ ഫോഴ്സിനെ കാണിക്കുന്ന വെക്ടർ, അതിന്റെ ഡബിൾ ലെങ്ത് വരും 20 ന്യൂട്ടനെ കാണിക്കുന്ന ഫോഴ്സ് എന്ന് അല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും അങ്ങനെ സംഭവിച്ചാൽ നമുക്കിപ്പോ 100 ന്യൂട്ടൺ പിന്നെ ഫോഴ്സിനെ കാണിക്കണമെങ്കിൽ ഈ ബോർഡ് തികയില്ല. ഓക്കെ, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്തുള്ള ലെങ്ത്തിന്റെ ഡിഫറൻസ് കൊണ്ട് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറില്ല. ഇപ്പൊ 10 ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡ് അവിടെ എഴുതുന്നു. The length of the vector represent the magnitude of the quantity. ഇതിപ്പോ 10 യൂണിറ്റ് എടുത്തിട്ട് വരയ്ക്കണം എന്നില്ല, വരച്ചതിന് ശേഷം 10 എഴുതിയാൽ മതി. That's all. 20 ന്യൂട്ടനെ കാണിക്കണമെങ്കിൽ ജസ്റ്റ് ഡ്രോ ആൻ ആരോ ആൻഡ് റൈറ്റ് 20 ന്യൂട്ടൺ. That's all. ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഈ 20 ന്യൂട്ടൺ വെക്ടറിന്റെ ലെങ്ത് 10 ന്യൂട്ടൺ വെക്ടറിന്റെ ലെങ്ത്തിന്റെ ഡബിൾ ആവണമെന്ന് നിയമമില്ല. ഓക്കെ, പക്ഷെ ഒരു വെക്ടറിന് ഒരു ഹെഡും ഒരു ടെയിലും ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, ഇനി ചില സിറ്റുവേഷനിൽ നമുക്ക് വെക്ടേഴ്സിനെ ഒന്നിലധികം വെക്ടേഴ്സ് ഒരേ സമയം കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പോ ഒരു ബോക്സ്, ഒരുപാട് പേര് ചേർന്ന് ഒരു ബോക്സ് തള്ളുന്നു. അപ്പൊ പല ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ്, ഒരു 8 ന്യൂട്ടൺ ഫോഴ്സ്, ഒരു 6 ന്യൂട്ടൺ ഫോഴ്സ്, ഒരു 2 ന്യൂട്ടൺ ഫോഴ്സ്, ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ആകെ ഫോഴ്സ് എത്രയാണ്? നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പോസിബിൾ അല്ല. അത് സപ്പോസ് ദിസ് ഇസ് 5 ന്യൂട്ടൺ, ഇത് ഇങ്ങനെ ആഡ് ചെയ്യാൻ പോസിബിൾ അല്ല. കാരണം ഇതൊരു വെക്ടർ ആണ്. സാധാരണ നമ്മൾ സ്കാലാർ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇതിനകത്ത് ആകെ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഫോഴ്സുകളെല്ലാം കൂടെ ആഡ് ചെയ്യാൻ സാധ്യമല്ല. ഇത് ആഡ് ചെയ്യാനാണ് നമ്മൾ വെക്ടർ ആൾജിബ്ര പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരേ ടൈപ്പ് 2 വെക്ടറുകൾ ആഡ് ചെയ്യാം. പക്ഷെ ആഡ് ചെയ്യുന്ന 2 വെക്ടർ ഒരേ ടൈപ്പ് ആയിരിക്കണം. 2 ഫോഴ്സ് വെക്ടറുകളെ തമ്മിൽ ആഡ് ചെയ്യാം, 2 വെലോസിറ്റി വെക്ടറുകളെ തമ്മിൽ ആഡ് ചെയ്യാം, 2 ആക്സിലറേഷൻ വെക്ടറുകളെ തമ്മിൽ ആഡ് ചെയ്യാം. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.